ഹലോ കൂട്ടുകാരെ. അപ്പം നമ്മൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റല്ല, ചാപ്റ്റർ മുഴുവനായിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരും. അപ്പം കുറേ ആൾക്കാർ വിചാരിക്കും നമ്മൾ എൽ പി വരെ നമുക്ക് ഭയങ്കര ഈസിയാണ് ഇംഗ്ലീഷ്. അപ്പം 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ ചില കുട്ടികൾ വിചാരിക്കും അയ്യോ ഇനിയിതിപ്പോൾ ഭയങ്കര ടഫാണ് എന്നൊക്കെ. അപ്പം നിങ്ങൾ ഇങ്ങനെ കുറച്ചൊന്ന് രണ്ടാമത്തെ പാഠത്തിൻ്റെ പകുതി എത്തേണ്ട ഒരു ഹാഫ് എത്തിയാൽ മതി. 2 പേജ് കഴിഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായിക്കോളും നല്ല ഈസിയാണ് ഇംഗ്ലീഷ്. 5ാം ക്ലാസ്സിൻ്റെ എൽ പിനെക്കാട്ടും ഈസിയാണ് യു പിത്തെ 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ്. ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ കളിയും ചിരിയിലൂടെ ഒക്കെ നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പം നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് ദ വാംത്ത് ഓഫ് ലവ്. എന്താണ് ദ വാംത്ത് ഓഫ് ലവ്? അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു പിക്ചർ കണ്ടില്ലേ? അതെ, ഒരു പിക്ചറൊക്കെ കാണുന്നുണ്ടല്ലേ? ഇതാ ഒരു പിക്ചർ കണ്ടില്ലേ? പിക്ചറൊക്കെ കാണണ്ടല്ലേ? ഒരു പിക്ചറൊക്കെ കണ്ട് അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പം നിങ്ങൾ ചില ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടാവും ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലേ? ചില ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടാവും, ചില ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടാവില്ല. അവർ ഇത് വിട്ടിട്ടുണ്ടാവും. ചില ടീച്ചർമാരൊക്കെ ഇത് ഡിസ്ക്രൈബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ. അപ്പോൾ ഈ പിക്ചറിൻ്റെ താഴെ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. എന്താണ്? എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ് എന്നാണ് പറയുന്നത്. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഓഫ് ലവ്. ഭൂമി ഒരു ലവിൻ്റെ നല്ല സ്ഥലമാണെന്നാണ് പറയുന്നത്. റോബർട്ട് ഫ്രോസ്റ്റ്. അത് നമ്മൾ നോക്കണ്ട കേട്ടോ, അത് വലിയ കാര്യമൊന്നുമല്ല. പിന്നെ രണ്ടാമത്തെ പിക്ചർ 8 പേജ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഒരു പിക്ചർ? ഒന്നാമത്തെ പിക്ചർ നമ്മൾ ഇങ്ങനെ കാണുന്നത് ഒരു അമ്മയും മകനുമുണ്ട്. ആ അമ്മ അവനോട് സ്കൂളിൽ പോകാൻ പറയാണ്. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയിൽ പോകുന്നുണ്ട് അല്ലേ? നമ്മളൊക്കെ ഭയങ്കര സാഡിൽ അമ്മ എനിക്ക് പോകണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോവാറ് അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, ഞാൻ ഹാപ്പി കേട്ടോ. ഞാൻ ഹാപ്പിയിലാണ് പോലെ. അപ്പം നിങ്ങൾ ഹാപ്പിയിൽ പോകണം. അപ്പോൾ ഫസ്റ്റത്തെ കുട്ടി ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ കുട്ടീൻ്റെ അമ്മ പറയാണ് നീ സ്കൂളിൽ പോ. പക്ഷെ അവന് നന്നായി കരയാണ്. രണ്ടാമത്തെ വിസിൽ നമുക്ക് കാണാം, നന്നായിട്ട് കരയുന്നുണ്ട് ആ കുട്ടി അല്ലേ? അത് നമുക്ക് താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കത് നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് എബവ്. Two boys are getting ready for school. ഇപ്പോൾ പറയുന്നത് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ കൊടുത്ത 2 പിക്ചറും നന്നായി നോക്കൂ. 2 boys are getting ready for school. അവർ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണല്ലേ? അപ്പോൾ അതിൻ്റെ താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ വായിക്കും, അതിന് ആൻസറും പറഞ്ഞുതരാം കേട്ടോ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? എന്താണ് ആദ്യത്തെ കുട്ടി ചെയ്യുന്നത്? അവൻ ഭയങ്കര ഹാപ്പിയാണല്ലേ? ഭയങ്കര ഹാപ്പിയിൽ സ്കൂളിൽ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. ഹീ ഹാപ്പി. അവന് ഹാപ്പിയാണോ? നമ്മളോട് ചോദിക്കുകയാണ്. അവന് ആ ഒന്നാമത്തെ പിക്ചറിൽ കാണുന്ന കുട്ടി ഹാപ്പിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഹാപ്പി? യെസ്. അപ്പം യെസ് നേരിട്ട് കേട്ടോ. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിനുള്ള കാരണം? എന്താണ്? ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. ഷീ ഗോ ടു സ്കൂൾ. അവന് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമാണ്. She liked to go to school.
വാട്ട് എബൌട്ട് ദ സെക്കൻഡ് ബോയ് ഡൂയിങ്? സെക്കൻഡ് ബോയ്, വാട്ട് എബൌട്ട് ദ സെക്കൻഡ് ബോയ്? രണ്ടാമത്തെ കുട്ടി എങ്ങനെയാണ് നിൽക്കുന്നത്? യെസ്, ഷീ ആർ ക്രൈയിങ്. ആറ് വേണ്ട കേട്ടോ, സോറി, ആറ് വേണ്ട. ഷീ ക്രൈയിങ്, ആറ് വേണ്ട. ഷീ ക്രൈയിങ്. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? എന്താണ് അവൻ്റെ അമ്മ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? അവനോട് അമ്മ പറയാണ്, നീ സ്കൂളിലേക്ക് പോകുന്നു. യു ഗോ ടു ദ സ്കൂൾ. The second boy mother is telling you go to the school. ഓക്കെ, അപ്പം എൻ്റെ താഴെ കുറച്ച് നമുക്ക് ഇത് കാണണ്ടല്ലോ, ഒരു നീല ബോക്സിൽ. അത് ഞാൻ വായിച്ചു തരാം. നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് her first day at school. How was your first day at school? Share with your friends. എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് ഡേ ഓഫ് ദി സ്കൂൾ. എന്താണ് നമ്മളെ ഫസ്റ്റ് ഡേ അല്ലേ? ഫസ്റ്റ് ഡേ, ഒന്നാമത്തെ ദിവസം രാവിലെ നമ്മൾ സ്കൂളിൽ പോയത് ഭയങ്കര ഹാപ്പിയൊക്കെ ആയിട്ടുള്ള പോവുക. പുതിയ ഫ്രണ്ട്സിനെ കാണാനൊക്കെ ഭയങ്കര ഹാപ്പി, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ? പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എക്സൈറ്റ്മെൻ്റൊക്കെ രാവിലെ എണീക്കെന്ന് പറഞ്ഞ് മടിയാവലുണ്ടോ? ഇല്ലല്ലോ. നമ്മളൊക്കെ നല്ല കുട്ടികളാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് ഡേ ഇവർ പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് ദി സ്കൂൾ. ഫസ്റ്റ് ഡേ, നമ്മളുടെ ഫസ്റ്റ് ഡേ, ഒന്നാമത്തെ ദിവസം നമ്മൾ എഴുതാനാണ്.